لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, പരമദയാലുവായ പടച്ച തമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അവൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധമായ ഹജ്ജിൻ്റെ സമയത്തുകൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ രണ്ട് പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥാനമാണ് വിശുദ്ധ കഅബാലയത്തിലുള്ളത്. ഒന്ന് നമുക്കൊക്കെ അറിയാം, നമ്മൾ ഓരോ ദിവസവും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം, ആ നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഒരു നിബന്ധനയാണ് നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ദിനേനെ മരണപ്പെടുന്നത് വരെ നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് നമസ്കാരമെന്ന്. ആ നമസ്കാരത്തിൽ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെയെങ്കിലും കടക്കുമ്പോൾ പോലും കിബിലക്ക് തിരിയാൻ പറ്റുമെങ്കിൽ തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമുക്കറിയാം. മറ്റൊരു കാര്യം കർമ്മമുള്ളത് നമുക്കറിയാം, വിശുദ്ധ ഹജ്ജ് കർമ്മമാണ്, ഉംറയുമാണ്. അതിലൊക്കെ വിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ വിശ്വാസി നിർവഹിക്കേണ്ടുന്ന ഹജ്ജ് കർമ്മത്തിലെ ഒരു നിർബന്ധ ഘടകമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സംഗതിയാണ് കഅബാലയത്തിൽ പോയി അവിടെ പോയി തവാഫ് ചെയ്യുക എന്നത്. അത് മാത്രവുമല്ല, വിശ്വാസികൾ മരിക്കുന്ന സമയത്ത്, നമ്മുടെയൊക്കെ ഖബറിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ കഅബയുടെ ഭാഗത്തേക്ക് അല്പം ചെരിച്ചാണ് കടത്തുക. ഖബറിന് നമ്മുടെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഓതിവെച്ച സൂറത്ത് ആൽ ഇംറാനിലെ 96, 97 വചനങ്ങളിൽ അല്ലാഹു ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തി, തീർച്ചയായും വിശുദ്ധ കഅബാലയത്തിനുള്ള ശ്രേഷ്ഠത എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുത്തുക. ഈ ഭൂമിയിലെ ആദ്യത്തെ പള്ളി, ആദ്യത്തെ ഭവനം
അവ്വല ബൈത്ത്, അത് പുതിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഭവനം, ലല്ലദീ ബി ബക്കത്ത മുബാറക്, അനുഗ്രഹീതമായ ബക്കയിലാണ് ഉള്ളത്. മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക എന്ന് പറയുന്നത്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ബക്കാൻ. വേറെ ചില സൂറകളിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ബലദുൽ അമീൻ, അതും മക്കയെ കുറിച്ച് തന്നെയാണ് പരാമർശം. അതുപോലെ തന്നെ ഉമ്മുൽ ഖുറ വേറെ സൂറയിൽ കാണുന്നത് അങ്ങനെ. അപ്പൊ ഈ മക്കൾക്ക് വ്യത്യസ്തങ്ങളായ പേരുകൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും മക്കയിലുള്ള അല്ലെങ്കിൽ ബക്കയിലുള്ള വിശുദ്ധ കഅബാലയം അത് അനുഗ്രഹത്തിൻ്റെതാണ് എന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നു. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു സന്മാർഗവുമാണ് ഈ വിശുദ്ധ കഅബാലയം. വിശുദ്ധ കഅബാലയം BC 2000 അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് അത് അതിന്റെ അസ്ഥിവാരത്തിൽ നിന്നും പടുത്തുയർത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് അൽ-ബഖറയിലെ 127-ാമത്തെ വചനത്തിൽ ഉള്ള സൂചിപ്പിക്കുകയാണ്, വൈദ് യർഫഉ ഇബ്രാഹിമു അൽ ഖവായിദ മിനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതിന്റെ അടിത്തറയിൽ നിന്നും പടിഞ്ഞു ഉയർത്തിയ സന്ദർഭം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്നും ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണമേ, നീയാണ് എല്ലാം കേൾക്കുന്നവരും എല്ലാം അറിയുന്നവരും നീയാണ് എന്ന് ആ രണ്ട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതായും ഖുർആൻ നമുക്ക് പഠിക്കുന്നു. ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയായിരുന്ന ഇസ്മായിലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറ ബീവിയെയും മക്കയിൽ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് 3 പ്രാവശ്യം മക്കയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെന്ന. അതിൽ ഒരു വരവിനെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. സുമ്മ ജാഅ ബഅദ ദാലിക, പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വന്നു. വ ഇസ്മായിലു യദ്രി നബലൻ ലഹു തഅത ദൗഹത്തിൻ ഖരീബ മിൻ സംസം, ആ വരുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിട്ടുണ്ട്. അദ്ദേഹം സംസം കിണറിന്റെ അടുത്തുള്ള ഒരു മരത്തിന്റെ താഴെ അദ്ദേഹത്തിന്റെ വില്ല് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ഫലമ്മ റആഹു ഖാമ ഇലൈഹി, അങ്ങനെ സ്വന്തം ഉപ്പാനെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഫസനാഹ കമാ യസ്നഉൽ വാലിദു ബിൽ വലദി വൽ വലദു ബിൽ വാലിദീന, ഒരു കുറെ കാലങ്ങൾക്ക് ശേഷം പിതാവും മകനും കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ അവർ ചെയ്യുമോ അതൊക്കെ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ പിതാവിനെ കണ്ടപ്പോൾ മകൻ ഉണ്ടാകുന്ന സ്നേഹം, ആ പിതാവിന് മകനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം, ആ സ്നേഹപ്രകടനം അവർ ആലിംഗനം ചെയ്തു, ഹസ്തദാനം ചെയ്തു, ഉമ്മ കൊടുത്തു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ സ്നേഹത്തോടു കൂടി സ്വന്തം പിതാവിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു. ഖാല യാ ഇസ്മായിൽ, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ അമറനി ബി അംരി, മകൻ ഇസ്മായിലിനോട് പറയാണ്, മകനായ ഇസ്മായിൽ നബിയോട്, ഞാൻ ഇതാ അള്ളാഹു എന്നോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഖാല, അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫസ്ന മാ അമറക റബ്ബുക, നിന്റെ രക്ഷിതാവ് എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ ചെയ്യുക. ഖാല വതുഈനി, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ല നീ എന്നെ സഹായിക്കുകയില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല വഉനീക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഖാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ഹുനാ ബൈതൻ, ഇവിടെ ഒരു ഭവനം ഉണ്ടാക്കണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോ നിലനിൽക്കുന്ന വിശുദ്ധ കഅബാലയത്തിന്റെ ആ ഭാഗത്ത് കുറച്ച് മണ്ണ് മൂടി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നിർമ്മിക്കാനാണ് അള്ളാഹു അദ്ദേഹത്തോട് പഠിപ്പിച്ചിരുന്നത്.
അതുകൊണ്ട് ആ സ്ഥലമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സമയത്ത് രണ്ടുപേരും വിശുദ്ധ കാബാലയത്തിന്റെ ആ അസ്ഥിവാരത്തിൽ നിന്നും അവർ ഉയർത്തിക്കൊണ്ടുവരും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലുകൾ ദൂരെ നിന്നും കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വിശുദ്ധ കാബാലയം പണിതുയർത്തുകയും ചെയ്തു. അങ്ങനെ ഏകദേശം കാബാലയം കുറെ ഉയരമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുകളിലേക്ക് എത്താത്ത സന്ദർഭത്തിൽ അടിയിൽ ഒരു കല്ല് വെച്ചു. ആ കല്ലിൽ കയറി നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ മുകൾ ഭാഗം പടുത്തത് എന്നും ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നു. എന്നിട്ട് ആ രണ്ട് പ്രവാചകന്മാരും അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, നാദാ ഞങ്ങളിൽ ഇത് സ്വീകരിക്കണമേ. എന്റെ സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്കറിയാം ലോകത്തിന് ആദ്യമായി നിർമ്മിക്കുന്ന ഒരു വിശുദ്ധ കാബാലയം പണിതുയർത്തിയതിന് ശേഷം ആ രണ്ട് പ്രവാചകന്മാരോടും അള്ളാഹിനോടും പ്രാർത്ഥിക്കുന്നത് എന്താ അറിയോ? ഞങ്ങളെ ഈ കർമ്മം നീ സ്വീകരിക്കണേ. ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ഒരു അമല് ചെയ്താലും, എന്തൊരു സൽപ്രവർത്തനങ്ങൾ ചെയ്താലും, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റു പുണ്യകർമ്മങ്ങളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, എന്താണെങ്കിലും അത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന വിശ്വാസികൾക്ക് ഉണ്ടാകണം. നമ്മൾ പ്രവർത്തനം ചെയ്താൽ മാത്രം പോരാ. പലപ്പോഴും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ന് റസൂലുള്ളാഹി പറയാനുള്ള കാരണം എന്താ? നമ്മൾ നമസ്കാരം പോലും പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ നമ്മള് പ്രവാചകന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രവാചകന്മാർക്ക് അറിയല്ലോ ഇത് നല്ല കാര്യമാണ്. പള്ളി ഉണ്ടാക്കുന്നത് സാധാരണ പള്ളിയല്ല, ലോകം അവസാനിക്കുന്നത് വരെയുള്ള അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു പള്ളി നിർമ്മിച്ചിട്ടുകൊണ്ട് പറയാണ്, ഈ പണി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ അമലും പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാകും. അതിന് നമ്മൾ മടി കളിക്കാൻ പാടില്ല. എന്താണെങ്കിലും നമ്മളെ പ്രാർത്ഥന പോലും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലാവുണ്ടല്ലോ? നമ്മളെ പ്രാർത്ഥന പോലും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് പ്രവാചകന്മാർ നമ്മൾ കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട പള്ളി എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ 3 പള്ളികളാണുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറമാണ്, അഥവാ ഈ വിശുദ്ധ കാബാലയത്തിന്റെ പരിസരത്തുള്ള ആ പള്ളിയാണ് മസ്ജിദുൽ ഹറം. അവിടെ ഒരു ജമാഅത്ത് നമസ്കാരത്തിന് 1,00,000 ജമാഅത്ത് നമസ്കാരത്തിന്റെ പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തേത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. മൂന്നാമത്തേത് മസ്ജിദുൻ നബവിയാണ്. ഈ 3 പള്ളികളും നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രവാചകന്മാരുമാണ്. വിശുദ്ധ കാബാലയം പുതുക്കി പണിതിരുന്നത് മഹാനായ ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചിരിക്കുന്നത് സുലൈമാൻ നബിയും പിന്നീട് അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. മസ്ജിദ് നബവി അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ്. ഈ 3 പള്ളി 5 പ്രവാചകന്മാർ നിർമ്മിച്ചത്. ആ പള്ളികളിലേക്ക് മാത്രം നമ്മൾ തീർത്ഥാടന യാത്ര പോകുന്നത്, പുണ്യം വിചാരിച്ച് പോകുന്നത് മാത്രമേ ഇസ്ലാമിക ലോകത്ത് പുണ്യമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റു ലോകത്തുള്ള ഏത് വലിയ പള്ളിയാണെങ്കിലും, എത്ര വലിയ അമ്പരചുംബികളായ പള്ളികളാണെങ്കിലും, എത്ര അതിമനോഹരമായ നിർമ്മിതികളാണ് അതിലുള്ളതെങ്കിൽ പോലും ലോകത്ത് ഈ 3 പള്ളികളെക്കാൾ മറ്റൊരു പള്ളിക്കും ഒരു ശ്രേഷ്ഠതയില്ല. ഇത് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലുള്ള ചില പള്ളികൾക്ക് പോലും ചില അതിപ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അവന്റെ പ്രവാചകനും പുണ്യം നൽകിയിരിക്കുന്ന പള്ളികൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നതല്ലാതെ, മറ്റുള്ള എല്ലാ പള്ളികൾക്കും ആ പള്ളിയുടേതായ പ്രാധാന്യമുണ്ട് എന്നതല്ലാതെ, ഈ 3 പള്ളികൾക്ക് സമാനമായോ തുല്യമായോ അതിലൊരു അംശം പോലും പ്രത്യേകമായ പുണ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ കാബാലയം നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രകാരന്മാർക്കിടയിൽ 2-3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈ വിശുദ്ധ കാബാലയം ആദ്യം ഉണ്ടാക്കിയത് എന്ന അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം, മലക്കുകളാണ്
വിശുദ്ധ കാബാലയം ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അഭിപ്രായമുണ്ട്. കഅബ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ക്യൂബ് എന്നാണ്. ചതുരക്കട്ട എന്നാണ് അർത്ഥം. ചതുരം, ക്യൂബ്. അതിന്റെ അറബി പദമാണ് കഅബ എന്നുള്ളത്. 4 മൂലകളുള്ള ഒരു ഉള്ളു പൊള്ളയായ, ഇപ്പോ 3 കാലുകൾ ഉള്ളിലുള്ള ഒരു കെട്ടിടമാണ് കഅബ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് 4 മൂലക്കും പ്രത്യേക പേരുകളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് റുക്കുനുൽ ഹജർ, അതുപോലെ തന്നെ റുക്കുനുൽ ഇറാഖി, റുക്കുനുൽ ഷാമി, റുക്കുനുൽ യമാനി. ഈ 4 മൂലകളാണ് വിശുദ്ധ കഅബാലയത്തിലുള്ളത്. 14 മീറ്റർ ഉയരം, ഇന്ന് 14 മീറ്റർ ഉയരവും 10 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമാണ് വിശുദ്ധ കഅബാലയത്തിന് ഇന്നുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ നിരപ്പിൽ നിന്നും അല്പം ഉയർന്ന് ഒരൊറ്റ വാതിലുമാണുള്ളത്. നേരത്തെ 2 വാതിലുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഉയരങ്ങളിലൊക്കെ പലപ്പോഴും ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ തെക്ക് കിഴക്ക് മൂലയിലായി ഹജറുൽ അസ്വദ്, കറുത്ത കല്ല് എന്ന് പറയുന്ന ഒരു കല്ല് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുന്നത്, ഹജ്ജിലാണെങ്കിലും ഉംറയിലുമാണെങ്കിലും. ഹജറുൽ അസ്വദിനെ കുറിച്ചും ചില അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. അത് വിശുദ്ധ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നും, അത് തൂവെള്ള നിറത്തിലുള്ള വെളുപ്പ് നിറമായിരുന്നു അതിന്റെ ആദ്യഘട്ടത്തിൽ എന്നും, പിന്നീട് മനുഷ്യരുടെ പാപങ്ങൾ വർദ്ധിച്ചതിന്റെ കാരണത്താൽ അത് കറുപ്പായി എന്നുമൊക്കെ ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വിശുദ്ധ ഹജറുൽ അസ്വദ് അത് ഒരു പുണ്യകരമായ കല്ല് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു കല്ലിനെ ആരാധിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കല്ല വിശ്വാസികൾ ആരാധിക്കേണ്ടത് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ കഅബാലയത്തിൽ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്നതിന് ശേഷം അതിനെ ചുംബിച്ചുകൊണ്ട് പറയുന്ന വചനമുണ്ട്. അതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഇന്നഹു ജാഅ ഇലാ ഹജറുൽ അസ്വദ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് വന്നു. ഫഖബ്ബലഹു, അദ്ദേഹം ആ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി ലഅലമു അന്നക ഹജറുൻ, എനിക്കറിയാം തീർച്ചയായും നീ ഒരു കല്ല് മാത്രമാണ്. ലാ തദുറു വലാ തൻഫു, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിലുക, മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ കല്ലിനെ ഹജറുൽ അസ്വദിനോ വിശുദ്ധ കഅബാലയത്തിനെയോ അല്ല മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്, ആരാധിക്കാനും പാടില്ല. അവിടെയെല്ലാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഹജറുൽ അസ്വദിനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെയും തവാഫിന്റെയും സന്ദർഭങ്ങളിൽ ചുംബിച്ചിരുന്നു. ആ ചുംബനം മാത്രമാണ്, അല്ലാതെ കല്ലിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഹജറുൽ അസ്വദ് ഇന്നിപ്പോ നമുക്ക് കാണുന്നത് സത്യത്തിൽ അതൊരു ഒറ്റക്കല്ലായിരുന്നു എന്നാണ്. പിന്നീട് ചരിത്രത്തിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായി. ആ കല്ല് അവിടുന്ന് മോഷിക്കപ്പെടുകയും പിന്നീട് അത് പുനഃസ്ഥാപിക്കപ്പെടുകയും 5-6 കഷ്ണങ്ങളായി പ്രത്യേകം ഒട്ടിച്ച ഒരു വെള്ളിയുടെ ലോഹം കൂട്ടിലാണ് ഇന്ന് ആ വിശുദ്ധ ആലയത്തിന്റെ ഒരു മൂലയിൽ ഹജറുൽ അസ്വദ് നിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കല്ലിനൊന്നും പ്രത്യേകമായ ഒരു ആരാധനാകർമ്മം നിർവഹിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ല എന്നും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, വിശുദ്ധ കഅബാലയത്തിൽ പോയ ആളുകൾക്ക്, ഹറമിൽ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മഖാം ഇബ്രാഹിം എന്ന് പറയുന്നുണ്ടാണ്. മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് ആദ്യം കഅബാലയത്തിന്റെ തൊട്ടടുത്തായിരുന്നു. പിന്നീട് ഈ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസകരമാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്ഫടികക്കൂട്ടില് പോയ ആൾക്ക് കൃത്യമായിട്ട് ബോധിക്കാം. സ്ഫടികക്കൂട്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയം പണിതുയർത്തിയപ്പോൾ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ അടിയിൽ വെച്ചിരുന്ന ആ കല്ലുമേലായിരുന്നു ചവിട്ടി നിന്നിരുന്നതെന്നും ആ കല്ലാണ് മഖാം ഇബ്രാഹിം എന്നും പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഏതായാലും വിശുദ്ധ ഖുർആൻ നമുക്ക് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ചില ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്.
വിശുദ്ധ ഖുർആൻ പറയും വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, ആരുണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആദരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതികളെ, കാര്യങ്ങളെ, വസ്തുക്കളെ ആദരിക്കുക എന്നുള്ളത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുള്ള ഹൃദയമുള്ള ആളുകളുടെ ലക്ഷണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കല് പുണ്യകരമാണ് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിർ ഉണ്ട്, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്, തീർച്ചയായും അല്ലാഹു തആല വിശുദ്ധ കഅബാലയത്തെ ജനങ്ങൾക്ക് ഒരു സമ്മേളിക്കുന്ന സ്ഥലമാക്കി വെച്ചിരിക്കുന്നു. വഅംന, നിർഭയത്വമുള്ള സ്ഥലവുമാക്കിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള ഏത് മനുഷ്യന്മാരും അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അവിടെ ജാതിയോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ സർവ്വ മനുഷ്യന്മാർക്കും ഏകോപിച്ച് വരാവുന്ന സമ്മേളിക്കാവുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് വിശുദ്ധ കഅബാലയം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നിർഭയത്വമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാം ഇബ്രാഹിം നിങ്ങൾ ഒരു നമസ്കാര സ്ഥലമാക്കുക. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് അതിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി സുന്നത്തായി പഠിപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം വ ഇസ്മായിൽ അൻ തഹിറാ ബൈതി ലിത്വായിഫീൻ വൽ ആകിഫീന വറുഖഇ സുജൂദ്, സുജൂദ് ചെയ്യുന്ന ആളുകൾക്കും റുക്കൂ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഭജനമിരിക്കുന്ന ആളുകൾക്കും തവാഫ് ചെയ്യുന്ന ആളുകൾക്കും എന്റെ ഭവനം വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കണമെന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു തആല കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയ ആയത്തിന്റെ ബാക്കി ഫീ ആയാത്തും ബയ്യിനാത്തും, അവിടെയും അല്ലാഹു സൂചിപ്പിച്ചു ഫീ ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. അവിടെ നോക്കൂ നിങ്ങൾ, തീർച്ചയായും ഈ വിശുദ്ധ കഅബാലയത്തിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മക്കയിലുണ്ട്, കഅബയിലുണ്ട്. കാരണം എന്താണ്? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ക്രിസ്താബ്ദം 571 വിശുദ്ധ കഅബാലയത്തെ പൊളിക്കുന്നതിന് വേണ്ടി അബ്രഹത്തിന്റെ പട്ടാളക്കാർ അഥവാ ആന സൈന്യവുമായി കൊണ്ടുവന്ന സംഭവം അറബികളുടെ എല്ലാ അറബികളായിട്ടുള്ള ആളുകൾക്കും അനർബികളായ ആളുകൾക്കും അന്ന് വളരെ അധികം അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കഅബാലയത്തെ പൊളിക്കുക എന്ന് പറയുന്നത് ഒരു ശക്തിക്കും സാധിക്കൂല. അത് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ എന്ന ആയത്തിൽ സൂറത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നതാ. നീ കണ്ടില്ലയോ ആനക്കാരെ എന്താണ് നിന്റെ രക്ഷിതാവ് ചെയ്തതെന്ന് നീ കണ്ടില്ലയോ? എന്താ അല്ലാഹു തആല ചെയ്തിരിക്കുന്നത്? ആ അബ്രഹത്തിന്റെ പട്ടാളം അഥവാ ആന സൈന്യവും വിശുദ്ധ കഅബാലയം ഇടിച്ച് പൊളിച്ച് തരിപ്പണമാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് യമനിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അബാബിൽ പക്ഷികളെ കൊണ്ട് സർവശക്തനായ അള്ളാഹു ആ ആന സൈന്യത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നും അവർ ചവച്ചരക്കപ്പെട്ട വൈക്കോലിനെ പോലെ അവർ ചതഞ്ഞറിഞ്ഞു പോയി എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല. ഇത് വിശുദ്ധ ഖുർആന്റെ ഈ അധ്യാപനം ആളുകൾക്ക് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം 2-3 മാസങ്ങൾക്ക് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അതുകൊണ്ട് അവർക്കറിയാവുന്ന ആ വർഷത്തെ കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് ആമുൽ ഫീൽ, ആന കലഹ വർഷം എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു ഹിജ്റ വർഷം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാലഗണന അടയാളപ്പെടുത്തിയിരുന്നതാണ്. ഈ സംഭവം ഫീ ആയാത്തും ബയ്യിനാത്ത്, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ കഅബാലയത്തെ തകർക്കാനാകുന്നത് വെള്ളപ്പൊക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടൊക്കെ കുറെയൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് വലിയ ബഹുമാനവും ആദരവുമായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. നമുക്കറിയാം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സുള്ള കാലത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കാലത്താണ് അറബികളായിട്ടുള്ള ഖുറൈശികളായിട്ടുള്ള ആളുകൾ വിശുദ്ധ കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തീരുമാനിച്ചത് എന്താ? വിശുദ്ധ കഅബാലയം പുതുക്കി പണിയുമ്പോ വേണ്ടാത്ത അനാവശ്യങ്ങളായിട്ടുള്ള അറാമായ അവരുടെ ഭാഷയിലുള്ള നിഷിദ്ധമായ ഒരു പണവും വിശുദ്ധ കഅബാലയം പുതുക്കി പണിയാൻ ഉണ്ടാക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ
പലിശയുടെ മുതൽ പാടില്ല, വേശ്യകളുടെ പൈസ പാടില്ല. എങ്ങനെ സംശുദ്ധമായ പണം കൊണ്ട് അവർ വിശുദ്ധ കാബാലയം പണിതുയർത്തി. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതുയർത്തിയിരുന്ന ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. കാബ കണ്ട ആളുകൾക്കറിയാം, അറബിൽ പോയ ആളുകൾക്കറിയാം. ഒരു ചെറിയ ഒരു തിണ്ട് മാതിരി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഹിജ്ർ ഇസ്മായില. അത് അറബികളെ സംബന്ധിച്ചിടത്തോളം പുതുക്കി പണിയപ്പം അവിടെ അതും കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഉണ്ടാക്കാനുള്ള പൈസ അവരെടുത്തുണ്ടായില്ല. അങ്ങനെ കാബ പൊന്തിച്ചു. ഹജറുൽ അസ്വദ് വെക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഗോത്ര പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ പ്രശ്നം? ഓരോ ഗോത്രങ്ങളും പറഞ്ഞു ഞങ്ങളാണ് ഹജറുൽ അസ്വദ് ആ സ്ഥാനത്ത് വെക്കേണ്ടത്. അങ്ങനെ ഒരു തർക്കമായ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നമ്മളെ ഈ പള്ളിയിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആരാണോ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടാം. അള്ളാഹുവിന്റെ പ്രവാചകൻ, അന്ന് അദ്ദേഹം നബിയായിട്ടില്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംഗതി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരു തുണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ തുണിയിൽ ഹജറുൽ അസ്വദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്രത്തിന്റെ തലവന്മാരോടും ആ തുണിയുടെ ഓരോ അറ്റങ്ങൾ പിടിച്ചു പൊന്തിക്കാൻ വേണ്ടി പറഞ്ഞു. വിശുദ്ധ ഹജറുൽ അസ്വദ് വെക്കേണ്ടുന്ന സ്ഥാനത്ത് എത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ഇത് ചരിത്രത്തിൽ നമുക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ആ പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ നീതിപൂർണമായ സമചിത്തതയോടുള്ള തീരുമാനം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പൂർത്തീകരിക്കാനും സാധിച്ചു എന്നുള്ള ഈ ഹിജ്ർ ഇസ്മായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയിരുന്ന ആ ഹിജ്ർ ഇസ്മായിൽ കൂടി എടുത്ത് വിശുദ്ധ കാബാലയം ശരിയായിട്ട് പഠിക്കണമെന്ന്. പക്ഷെ ആയിഷാ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മക്ക ഫത്ഹിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ സമൂഹത്തെ ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ർ ഇസ്മായിൽ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടങ്ങളിലും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ കാബ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ കാബാലയുമായി ബന്ധപ്പെട്ട ചില ചരിത്രമാണ് ചുരുങ്ങി. പിന്നെ മസ്ജിദുൽ ഹറം നമ്മൾ പറയുന്നുണ്ട്. മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് വിശുദ്ധ കാബാലയം നിൽക്കുന്ന നടുമുറ്റത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത്. മക്കയിൽ പോയ ആളുകൾക്കറിയാം മസ്ജിദുൽ ഹറമിന്റെ ഒരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്, അതിനപ്പുറം പിന്നെ മസ്ജിദുൽ ഹറമല്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ കാബാലയം നിൽക്കുന്നതിന്റെ ഒരു അതിരുണ്ട്, ആ അതിർത്തിയാണ് മസ്ജിദുൽ ഹറം എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നീട് നമ്മുടെ അതിന്റെ നടുമുറ്റത്ത് തന്നെയാണ് മഖാം ഇബ്രാഹിം, പോയ ആളുകൾക്കറിയാം. അതുപോലെ തന്നെ സംസം കിണർ. പക്ഷെ ഇന്ന് സംസം കിണർ നമുക്ക് കാണാൻ സാധിക്കില്ല. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും പോയ ആളുകൾക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇന്ന് അത് അണ്ടർഗ്രൗണ്ടിലാണ്. ഈ വിശുദ്ധ കാബാലയത്തിന്റെ പരിസരത്ത് തൊട്ടടുത്ത് തന്നെയാണ് സംസം കിണറും മഖാം ഇബ്രാഹിം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വിശുദ്ധ കാബാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കില്ല, അത് പണ്ട് കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലും അതിനു മുമ്പുമൊക്കെ ഓരോ വർഷവും കില്ല മാറ്റുകയും അതിന് പ്രത്യേക ബഹുമാനം മാത്രമില്ല, അങ്ങനെ ഒരു ചടങ്ങ് പണ്ട് കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും വിശുദ്ധ കാബാലയത്തിന് വിശ്വാസികൾ നൽകേണ്ടുന്ന ആ സ്നേഹവും ബഹുമാനവും ആദരവും അത് അള്ളാഹുവിന്റെ അടയാളമാണ്. അള്ളാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ തിരിയുന്നത് വിശുദ്ധ കാബാലയത്തിലേക്കാണ്. ഈ ബോധം നമ്മളിൽ ഉണ്ടായി അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കുവാനും അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹി ബാറക. സ്നേഹനിധികളായ കാരണവന്മാരെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അൻ സൗമി യൗമി അറഫ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച്. അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച്. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തിൽ മാദിയ വൽ ബാഖിയ. ഇമാം
മുസ്ലിമും അതുപോലെ തന്നെ ബുഖാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ 2 വർഷത്തെ ഇപ്പോൾ ഉള്ളതും കഴിഞ്ഞ വർഷവുമായ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിയുന്ന ആളുകളൊക്കെ വളരെ പുണ്യകരമായ അറഫ ദിവസത്തെ നോമ്പ് നോൽക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, വിശ്വാസികളായ സഹോദരന്മാർ, ഇപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മഴ കൊണ്ട് ചില ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ 25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ അതിശക്തമായ ചൂടാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 42 ഡിഗ്രിയോളം ചൂടാണ്. പല ഹാജിമാരും, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മുടെ പല ബന്ധുക്കളും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലുണ്ട്. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ റബ്ബ് ആ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പുണ്യകരമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടില് മഴ കൊണ്ട് ചില പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ വലിയ ദുരന്തങ്ങളില്ലാതെ നമ്മെ എല്ലാവരെയും, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين.